അവിടെ ഒരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ ഭാര്യ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സംസാരമുണ്ട്. അതായത് ഇതേപോലെ കസേരയായിരിക്കും, ഗസ്റ്റ് വരും, വന്നിട്ട് താടിയിൽ കൈവയ്ക്കും. കഷ്ടം, നിങ്ങളുടെ മകൻ്റെ ഭാര്യ ഓടിപ്പോയില്ലേ. ഇത് ചോദിക്കുമ്പോൾ ഒരു അമ്മയുടെ മനസ്സ് എത്ര നോവുമെന്ന് എനിക്കറിയാം. ഇങ്ങനെ ചോദിച്ച എനിക്ക് വേണ്ടപ്പെട്ടവരും വേണ്ടപ്പെടാത്തവരും പല ആൾക്കാരും വന്ന് ചോദിക്കുന്നത് കേട്ടപ്പോൾ ഈ നാട്ടിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ വിഷമിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ നാട് വിടാൻ എടുക്കുന്ന ഡിസിഷന് തൊട്ട് മുന്നേ എനിക്ക് 2 ഓപ്ഷൻ. ഒന്ന്, ശ്യാമ സാറിനെ കണ്ട് അമൃത ടി വിയിൽ പ്രൊഡ്യൂസർ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഐ വുഡ് ഹാവ് ബിക്കം എ പ്രൊഡ്യൂസർ അറ്റ് അമൃത ടി വി. ആ ഇൻ്റർവ്യൂ അന്ന് അമൃത തുടങ്ങിയിട്ടില്ല. അതേസമയം എനിക്കൊരു കോള് വരുന്നു. അജിത് മേനൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഹിറ്റ് FM-ൽ ജോബായിട്ട് ജോയിൻ ചെയ്യാം ദുബായിൽ. ഈ 2 ഓപ്ഷനിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഞാൻ പ്രൊഡ്യൂസറായിട്ട് അമൃത ടി വിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ താടി കൈവയ്ക്കലും ഇതേ ഡയലോഗും കണ്ടിന്യൂ ചെയ്യും. എൻ്റെ അമ്മയെ വിഷമിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ റേഡിയോയിലേക്ക് പോവാണ്. അച്ഛൻ പറഞ്ഞു, നീ എഞ്ചിനീയർ അല്ലേ, നീ എഞ്ചിനീയറിങ് ചെയ്തുകൂടെ, നീ പോകണ്ട എന്ന് തന്നെ പറഞ്ഞു. മീഡിയ ആണ്, ഇതൊന്നും ശരിയാവില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് 3 വർഷം സമയം തരും. ഈ 3 വർഷത്തിൽ ഞാൻ പ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഐ കം ബാക്ക്. പക്ഷെ ഞാൻ പ്രൂവ് ചെയ്താൽ ഐ ലെഫ്റ്റ് എ സെൻറ്റൻസ് ഓപ്പൺ. 3 വർഷത്തിനകം ഞാൻ വർക്ക് ചെയ്ത സ്റ്റേഷൻ കാരണം വേറെ സ്റ്റേഷൻ അടച്ചുപൂട്ടി. വി ബിക്കേം ദ ടോപ്പ് സ്റ്റേഷൻ. ഐ ബിക്കേം ദ ബെസ്റ്റ് മെയിൽ ജോബ് അവാർഡ് കിട്ടി, ബെസ്റ്റ് ഷോ. ആൻഡ് പോപ്പുലാരിറ്റിന്ന് മാത്രമല്ല, എനിക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു തന്നു. അന്ന് അത്രയും കാലം കൃഷ്ണൻ AV എന്ന് എൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞിരുന്ന കൃഷ്ണൻ ക്രിസ് എന്നൊരു റേഡിയോ ജോക്കായിട്ട് മാറി. ക്രിസ് ആയിരുന്നു. പിന്നെ തമിഴ് റേഡിയോ സ്റ്റേഷനിൽ വന്നപ്പം ആ ഒരു ഐഡൻറ്റിറ്റി ക്രിസ് അയ്യറായി. ബട്ട് സം ഹൗ എനിക്ക് വാട്ട് ഐ ക്യാൻ ഡൂ ഫോർ മൈ ഫാമിലി, എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് കൂടെ ചേർക്കാം. ഞാനൊരു ജാതി പേരിന് അറിയപ്പെടുന്നതിനേക്കാളും ക്രിസ് വേണുഗോപാൽ എന്ന പേര്, ഇന്ന് പല ആൾക്കാർ എന്നെ വേണുവേട്ടാന്ന് വിളിക്കുന്നത് അച്ഛന് കിട്ടുന്ന റെസ്പെക്റ്റാണ്. അത് ഞാൻ വേണ്ടാന്ന് വെക്കില്ല. സോ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു മെറ്റമോർഫസിസ്, വെറും ഒരു ലാർവയായിട്ടിരുന്ന കൃഷ്ണൻ AV ഒരു പ്യൂപ്പൽ സ്റ്റേജിൽ ക്രിസ് ആവുകയും ഒരു ക്രിസ് അയ്യർ ആവുകയും അതിനുശേഷം ഒരു ക്രിസ് വേണുഗോപാൽ ആവുകയും അഡ്വക്കേറ്റ് ക്രിസ് വേണുഗോപാൽ ആവുകയും അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ BTech PG DPM DSA MSc അപ്ലൈഡ് സൈക്കോളജി LLB എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ടൈറ്റിലും വാലും എല്ലാം വെച്ച് ഇങ്ങനെ വരുമ്പോഴും ഞാൻ എപ്പോഴും ആ കൊച്ചുകുട്ടിയാണ്. ഐ സ്റ്റിൽ ഹാവ് ദോസ് നീഡ്സ്. എന്നെ സ്നേഹിക്കണം എന്ന് എൻ്റെ കുഞ്ഞുമോക്കറിയാം, എന്നെ എങ്ങനെ സ്നേഹിക്കണം എന്നറിയാം. ബിക്കോസ് ചില സമയത്ത് ഐ ബിഹേവ് ലൈക്ക് എ ചൈൽഡ്. എൻ്റെ അമ്മയ്ക്കറിയാം. സോ എന്തൊക്കെ വന്നാലും വി ജസ്റ്റ് മെയിൻ ദ സെയിം. മാർക്ക് മാൻസൺ പറഞ്ഞതുപോലെ സക്സസ് ഡസ് നോട്ട് ചേഞ്ച് യു അറ്റ് ഓൾ, നോർ ഡസ് ഫെയിലിയർ. ഞാൻ തോറ്റാലും ജയിച്ചാലും ഞാൻ ഇതേ ആൾ തന്നെയാണ്. എന്നെ ഇന്നും എൻ്റെ ഫ്രണ്ട്സ് AV എന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും ക്രിസ് എന്ന് വിളിച്ചാലും ക്രിസ് അയ്യരെന്ന് വിളിച്ചാലും വേണുവേട്ടാന്ന് വിളിച്ചാലും ഞാൻ അതേ ആൾ തന്നെയാണ്. ഐ സ്റ്റിൽ റിമെയിൻ ദ സെയിം. മേ ബി ദ ചേഞ്ച് ഇസ് ഇൻ ദ മൈൻഡ് സെറ്റ് ഓർ ദ പെർസ്പെക്റ്റീവ്. ഇത്രയും ലൈഫ് കണ്ട് പല അനുഭവങ്ങളും വന്നതിന് ശേഷം ട്രാൻസ്ഫർമേഷൻ ആയിരിക്കാം. ദാറ്റ് ഐ ഡോണ്ട് നോ. അതുകൊണ്ട് കുഞ്ഞുമോക്ക് എന്താ വേണ്ടതെന്നുള്ളത്, ലൈക്ക് വാട്ട് ഷീ നീഡ്സ്, പലപ്പോഴും ഷീ ഡസൻറ്റ് നീഡ് ടു ടെൽ മീ. എനിക്ക് ആ മുഖം കാണുമ്പോൾ അറിയാം, നമ്മളത് മനസ്സിലാക്കിയെടുക്കും. ബിക്കോസ് അതെല്ലാം കിട്ടാതെ പോയ നിമിഷങ്ങൾ എനിക്കുണ്ടായിരുന്നു. അത്രേ ആവശ്യമുള്ളൂ. അതെ, നമുക്ക് കിട്ടാതെ പോകുന്ന ചില സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ഈ ഒഴുക്കുള്ള ശബ്ദമില്ലേ, ആകർഷിക്കപ്പെടുന്ന ഘടകങ്ങളാണ്. ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പറയുന്ന അപ്പൂപ്പൻ രൂപമുള്ളപ്പോഴും ആക്ച്വലി വർത്താനത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ മാത്രമല്ല, ലിഫ്റ്റിൽ പോകുമ്പോൾ ഒരു കുട്ടി എന്നെ നോക്കിയിട്ട് വാവ് സാന്റാ ക്ലോസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതേ മോനെ ഞാൻ തൊപ്പി എടുക്കാൻ വിട്ടു ഇപ്പൊ. പക്ഷെ ഇടയ്ക്കൊക്കെ താടി ട്രിം ചെയ്യണമെന്ന് തോന്നുമല്ലേ? ഇല്ല, അങ്ങനെ തോന്നിയില്ല. ഭാഗ്യം. സോഷ്യൽ മീഡിയക്ക് തോന്നുന്നുണ്ട്. മോളും പറയും അപ്പാന്റെ താടി ഒരിക്കലും കളയില്ല, അപ്പാന്റെ ഐഡന്റിറ്റി. അല്ല, താടി കളയാൻ പാടില്ല, മോഡൽ ലുക്കാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണമെന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞത്. അത് നമുക്ക് ചുമ്മാ കണ്ട് പറഞ്ഞത് ഇങ്ങനെ കട്ട് ചെയ്താലോ വെറുതെ എന്താ പറയുന്നൊക്കെ. അപ്പൊ നോക്കൂ, അപ്പൊ ഇങ്ങനെ നോക്കൂ. ഞാൻ ചോദിച്ചത് ഈ ഒഴുക്കുള്ള വർത്താനത്തിനപ്പുറത്തേക്ക് ആ വർത്താനത്തിന് ശബ്ദവും കൂടെ നമ്മൾ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. നന്നായിട്ട് വോയിസ് കൾച്ചർ പഠിപ്പിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പം ആ വർത്താനം നമുക്ക് പലപ്പോഴും ആശ്വാസമാണ്. അപ്പം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവുക ഈ വോയിസും കൂടെയാണ്. പെരുമാറ്റം നമ്മൾക്ക് മനസ്സിലായത് വോയിസും കൂടെയാണ്. ഈ വോയിസ് എത്രത്തോളം പ്രധാനപ്പെട്ടതായിട്ട് ദിവ്യക്ക് തോന്നിയിട്ടുണ്ട്? അങ്ങനെയല്ല, എനിക്ക് ഞാൻ പറഞ്ഞ ആരാധന ഇത് മാത്രമായിരുന്നു ഫസ്റ്റ്. അല്ല, ഞാൻ ഏട്ടനാമല്ല, എനിക്ക് അറിയില്ല. സൗമ്യ ചേച്ചി കസിൻ അന്ന് പോകുന്ന സമയത്ത് എന്നെ വിളിച്ചപ്പോൾ
എന്തുമാ എന്ന് ചോദിച്ചതാണ് പുള്ളിക്കാരന്റെ മനസ്സിലേക്ക് മനസ്സിലേക്ക് ഞാൻ ഒന്നുമില്ല, ഞാൻ തമിഴ് കൾച്ചറും കൂടിയാണ്. ഞാൻ എല്ലാവരും എന്തുമാ, എന്താ കുഞ്ഞെ എന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. അത് സ്പെസിഫിക് ആയിട്ട് ചെയ്തതല്ല, പക്ഷെ ഇപ്പൊ കുഞ്ഞുമോളെ എന്ന് വിളിക്കുന്ന മനസ്സിൽ. അത് ഞാൻ അന്ന് ഷൂട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ പോകുമ്പോ ഏട്ടാ അപ്പൊ ഇങ്ങനെ ബാക്ക് കൊടുത്തിട്ട് എന്തമ്മ എന്തോ ഇതുവരെ ഒരാളോ ഇങ്ങനെ പറയാത്ത പെരുമാറാത്ത ഒരു രീതിയിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എവിടെയോ ഒരു തോന്നുമല്ലോ. ഇപ്പൊ കുറേ നേരം സംസാരിക്കണം. അപ്പം എനിക്കറിയാം ഈ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്നൊക്കെ അറിയാം. അപ്പം എൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ആദ്യം പേടിയായിരുന്നു പറയാം, എന്ത് വിചാരിക്കും അറിയില്ലല്ലോ. ചിലവരോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഓ ഇവളിങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ വിചാരിക്കില്ലേ. അപ്പം എനിക്കെല്ലാം ഒന്ന് അപ്പം ഞാൻ ചോദിച്ചില്ലേ എല്ലാം ഓപ്പണായിട്ട് ഞാൻ തുറന്ന് പറയട്ടെ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ എല്ലാം പറഞ്ഞു, എന്താ ക്ലാസ് വേണമെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ മതി, മോളെയും കൂടി കൊണ്ടുവന്നു പറഞ്ഞു. എന്തോ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം എന്നെ വിളിച്ചു എന്താ വരാത്തത്, ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ എറണാകുളത്ത് ക്ലാസ്സിന് പോവുകയാണ്, വന്നിട്ട് കാണാമെന്നാണ്. അപ്പോഴും കാണാൻ പറ്റിയില്ല. പിന്നെ ഈ സൗമ്യ ചേച്ചി ഒരു നിമിത്തം പോലെ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് സത്യം. അതാണ് ഞാൻ അല്ല പിന്നെ അത് ചോദിച്ചു എല്ലാവരും പറഞ്ഞ പോലെ ഇപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നല്ലൊരു സമയം വരാൻ പോകുന്നത്. 40 വയസ്സ്. ഇത് ഓരോ ഫീൽഡ് ഓഫ് സ്റ്റഡിയിലും നമുക്ക് കമ്പാരിസൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇഷ്ടിക മാത്രം വെച്ച് ബിൽഡിംഗ് നമുക്ക് പണിയാൻ പറ്റില്ല. അവിടെ ഒരു ചാന്തും വേണം, സിമെൻറ്റിൻ്റെ ഒരു മോട്ടർ വേണം. സിമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പണിയാൻ പറ്റില്ല. ആസ് എ സിവിൽ എഞ്ചിനീയർ ഐ വുഡ് സേ ദാറ്റ്. ഞാൻ പറയും പ്രകൃതിയുടെ രീതിയിൽ നേച്ചറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, രാത്രി മാത്രമായാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വി നീഡ് ഹാഫ് എപ്പോഴും വേണം. സൂര്യന് മാത്രം ഉദിക്കുന്ന ചില ദിവസങ്ങളുള്ള രാജ്യങ്ങളുണ്ട്, അവിടെ ഉള്ളവരുടെ കഷ്ടം നമുക്കറിയാം. അല്ലെങ്കിൽ രാത്രി 30 ദിവസം രാത്രിയുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആസ് എ നാച്ചുറലിസ്റ്റ് ഐ വുഡ് സേ ദാറ്റ്. മനസ്സും ബുദ്ധിയും രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. സെൻസസ് സപ്പോർട്ട് ചെയ്താലേ കാര്യമുള്ളൂ. ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഐ വുഡ് സേ ദാറ്റ്. അതേപോലെ ഒരു ഹ്യൂമനിസ്റ്റായിട്ട് ഞാൻ പറയുന്നു, ഒരാൾ ഒറ്റപ്പെടുമ്പം ഞാനുണ്ട് നിൻ്റെ കൂടെ, നീ വറിയല്ലേ എന്ന് പറയാൻ ഇത്രയും എക്സാമ്പിൾസ് ഒന്നും ആവശ്യമില്ല. മനസ്സുകൊണ്ട് ഞാനുണ്ട് നിൻ്റെ കൂടെ, ഡോണ്ട് വറി. അത് സംസാരിക്കാൻ അറിയാത്ത ഒരാൾ വെറുതെ കൈപിടിച്ച് എന്ന് മാത്രം കാണിച്ചാൽ മതി. ശബ്ദം ഒരു കാര്യമല്ല, ആ ഫീലിംഗ് വിച്ച് യു ഹാവ് ഇൻ ദ ഹാർട്ട്. അതിന് വാക്കുകൾ ആവശ്യമില്ല, ശബ്ദം ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ സംസാരത്തിൽ ഒത്തിരി കാര്യങ്ങൾ അറിയുന്ന നോളജബിൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ടാവും. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ കുറെ കൂടെ പഠിക്കാൻ പോകുന്നത്, പ്രൊഫൈലിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത്. പക്ഷേ ആ ഏരിയയിലൊക്കെ അത്യാവശ്യം നോളജുള്ള ഒരാളാണെന്നുള്ളൊരു ഫീല് നമുക്കുണ്ട്. കാരണം നമ്മുടെ പെരുമാറ്റത്തിൽ അത് പ്രതിഫലിക്കുമല്ലോ, എത്രത്തോളം ലോകം കണ്ട ആളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു ഫീൽ ആയിരിക്കുമല്ലോ ഒരു പക്ഷെ ആ കംഫർട്ട്നെസിന്റെ എത്രയും ഒരു ആത്മവിശ്വാസം തന്നത്. ഇയാളെ സെലക്ട് ചെയ്യാം എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നതല്ലേ? സത്യം ഇതൊക്കെ അറിഞ്ഞപ്പോഴാണ് ഈശ്വര ഇത് വേണോ, എന്നെ പറ്റും പേടിയായിരുന്നു സത്യം. അപ്പോഴാണ് എനിക്ക് നല്ലോണം പേടിയായത്.